10 में से 8 बूथ कांग्रेस पार्टी जीती थी और इन 8 में से ഇംഗ്ലീഷിൽ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ഹിന്ദിയിൽ ആവർത്തിക്കുകയാണ്. ഇത് ഹൈഡ്രജൻ ബോംബല്ല, അത് വരുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രധാനമായിട്ടും അദ്ദേഹത്തിന്റെ ആരോപണ ശരങ്ങൾ ചെന്നെത്തുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്കാണ്. ജ്ഞാനേഷ് കുമാർ ഇത്തരം തട്ടിപ്പുകൾക്ക് കൂട്ടുനിൽക്കുന്നതിനെ അല്ലെങ്കിൽ അത്തരം തട്ടിപ്പുകൾ നടത്തുന്നവരെ സംരക്ഷിക്കുന്നു എന്ന ഗുരുതരമായ ആരോപണമാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത്. പി ബസന്ത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായിട്ട്. ബസന്ത്, രാഹുൽ ഗാന്ധി തുടരുകയാണ്, വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന ഒരു ആമുഖത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം ആരോപണങ്ങളിലേക്ക് കടന്നത്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് പലരെയും ഹാജരാക്കി അവരുടെ പ്രതികരണങ്ങളും കണ്ടു. എന്തൊക്കെയാണ് രാഹുൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉന്നയിക്കുന്നത്? പ്രധാനമായും കർണാടകയിൽ 2023 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. ബീദർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ആലന്ദ് എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിൽ നടത്തിയ ക്രമക്കേടുകളെക്കുറിച്ചുള്ള ഒരു വെളിപ്പെടുത്തലാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും അദ്ദേഹം പറയുന്നത് ഈ വോട്ട് കൊള്ളയ്ക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ മണ്ഡലത്തിൽ ഈ അലന്ത് എന്ന് പറയുന്ന മണ്ഡലത്തിലെ 6000-ലധികം വോട്ടുകൾ, അതായത് കോൺഗ്രസിന് വരേണ്ടിയിരുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് വോട്ടർമാരെന്നറിയപ്പെടുന്ന 618 പേരുടെ വോട്ടുകൾ ഒഴിവാക്കി അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ പ്രധാനപ്പെട്ട ആരോപണങ്ങളിലൊന്ന്. അതിന് ഉപയോഗിച്ച മാർഗങ്ങളാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ തുറന്നു കാണിക്കുന്നത്. അതായത് വളരെ സാങ്കേതികമായ കഴിവുകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് നടന്നിരിക്കുന്നത്. അത് വ്യക്തികൾ നടത്തിയതല്ല, ഒരു വലിയ തോതിലുള്ള ഒരു സംഘം, ഒരു കേന്ദ്രത്തിൽ നിന്നാണ് ഇതുണ്ടായത് എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ പ്രധാനപ്പെട്ട ആരോപണം. അതായത് ഈ 6000 പേരെ നീക്കം ചെയ്തിരിക്കുന്നത് സംസ്ഥാനത്തിന് പുറത്തുള്ള മൊബൈൽ നമ്പറുകൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത്. അതായത് ഒരു ബൂത്ത് ലെവൽ ഓഫീസർക്ക് ഒരു സംശയം തോന്നിയതിനെ തുടർന്നാണ് ഈ അന്വേഷണങ്ങൾ തുടങ്ങുന്നതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതായത് ഈ ബൂത്ത് ലെവൽ ഓഫീസറുടെ അമ്മാവൻ്റെ വോട്ട് ഡിലീറ്റ് ചെയ്യപ്പെട്ടപ്പോഴാണ് ഇതിൻ്റെ അന്വേഷണവുമായി അദ്ദേഹം ഇറങ്ങുന്നത്. ആ അന്വേഷണത്തിനൊടുവിൽ ചെന്നെത്തുന്നത് ഈ അമ്മാവൻ്റെ വോട്ട് അയൽവാസി തന്നെയാണ് ഡിലീറ്റ് ചെയ്യാൻ എഴുതി കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ അപേക്ഷ അല്ലെങ്കിൽ ആ ഫോമിൽ നിന്നും മനസ്സിലായത്. അങ്ങനെ ഈ അയൽവാസിയെ കാണുമ്പോൾ അയൽവാസി പറയുന്നു ഞാനിത് അറിഞ്ഞിട്ട് പോലുമില്ല എന്നാണ് പറയുന്നത്. അപ്പോഴാണ് ഇതിൻ്റെ അന്വേഷണം ചെല്ലുമ്പോഴാണ് ഈ മൊബൈൽ നമ്പറുകൾ പലതും സംസ്ഥാനത്തിന് പുറത്തുള്ള നമ്പറുകളാണ് എന്നുള്ളതും ഒരു വോട്ടർ പട്ടികയിലെ ആദ്യത്തെ വോട്ടറെയാണ് ഈ ഡിലീറ്റ് ചെയ്യാനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു സംഘടിതമായ ഒരു നീക്കമാണ്. അതിനുവേണ്ടി ഒരു പ്രത്യേക സോഫ്റ്റ്വെയർ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു വ്യക്തിഗതമായ ഓപ്പറേഷൻ അല്ല, ഒരു പ്രത്യേക കേന്ദ്രത്തിൽ നിന്നും സംഘടിതമായി നടത്തിയ വോട്ട് ഡിലീഷനാണ് അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതാണ് എന്നാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും ഗുരുതരമായ ആരോപണങ്ങളിലൊന്ന്. മറ്റൊന്ന് മഹാരാഷ്ട്രയിലെ രജൗറ മണ്ഡലവും അദ്ദേഹം ഇതേ സമാനമായ രീതിയിലുള്ള ഓപ്പറേഷൻ നടന്നിരിക്കുന്നു. 6000-ലധികം വോട്ടുകൾ അവിടെയും നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല ഇതിൽ ഈ സംശയത്തിൻ്റെ പുറത്ത് കർണാടകയിൽ CIDയുടെ അന്വേഷണം നടക്കുന്നു. CID കഴിഞ്ഞ 2 കൊല്ലമായി ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അതായത് ഈ IP ഏത് മൊബൈൽ IP-യിൽ നിന്നാണ് ഈ റിക്വസ്റ്റ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാനുള്ള അപേക്ഷ വന്നിരിക്കുന്നത്, അതിൻ്റെ IP അഡ്രസ്സിൻ്റെ വിവരങ്ങൾ, അതോടൊപ്പം തന്നെ ഈ OTPയുടെ വിവരങ്ങൾ, ഈ മൊബൈൽ നമ്പറുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷന് നൽകിയിട്ടും ഇതുവരെ യാതൊരു മറുപടിയും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പോലീസിന്. മറ്റൊന്ന് കർണാടക CEC തന്നെ, അതായത് ഇലക്ഷൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കീഴിലുള്ള സംസ്ഥാനത്തെ CEC തന്നെ ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ട് അവർ നൽകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ